സാറെത്തിയോ? സാറ് വെളുപ്പിനെ എത്തി. പണിയാവൂ? നല്ല പണിയില്ല. സർ, മതിച്ചത് ഇരിങ്ങാലക്കുടിക്കാരൻ ഒരു ജോണി. 2 മാസത്തിലൊരിക്കൽ ദുബൈയിൽ പോയിരുന്ന ഒരിടത്തര ബിസിനസ്സുകാരൻ. ഫ്ലൈറ്റ് ഇറങ്ങി വീട്ടിലേക്കുള്ള വഴിയായിരുന്നു. തനിക്ക് എന്ത് തോന്നുന്നു? ഹീസ് എ കാരിയർ. സംഭവം നടന്ന സമയത്ത് അവിടെ സംശയാസ്പദമായി പാർക്ക് ചെയ്തിരുന്ന കാർ ഇവിടുന്ന് കൊണ്ടുപോയതാണ്. എനിക്ക് വലിയ ഓർമ്മയില്ല. ഓർമ്മയില്ലെന്നോ? ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാണ്ടോ വണ്ടി കൊടുക്കുന്നത്? വലിയ വിലപേശലൊന്നും ഉണ്ടായില്ല. ടെസ്റ്റ് ഡ്രൈവ് ഒന്നും പറഞ്ഞ് എടുത്താണ്. പിന്നെ വന്നില്ല. പോലീസിൽ ഞാനൊരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സാറേ, വലിയ വിരട്ടൊന്നും വേണ്ട. ഞാനീ പണി തുടങ്ങിയിട്ട് നാളെ കുറയായി. ഞാൻ ഈ പണി തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ. വണ്ടിയിലോട്ട് എത്തി. സാറേ, വേണ്ട സാറേ, പാട്രിക്കാ വന്നത്. നമ്മുടെ അടാട്ട ജോർജ് സാറിൻ്റെ കൂടെയുള്ള സാറിനറിയാലോ ആളെ. ഇവിടെ കഴിഞ്ഞ മാസം മാത്രം പിടികൂടിയത് 30ഓളം കേസുകളാണ്. ഒരു ദിവസം 100 കിലോ ഗോൾഡ് വരെ നിയമവിധേയമായി ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. നിയമത്തിൻ്റെ പരിധിയിൽ വരാതെ വേറെ. ഈ ഗോൾഡ് ബിസിനസ്സിൽ ലാഭം വളരെ കുറവാണ്. ലാഭം കുറവുള്ള ബിസിനസ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ലാഭം കൂട്ടാനുള്ള പണികൾ ചെയ്യും. യെസ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്വർണ്ണ കച്ചവടക്കാര് കേരളത്തിൽ. തൃശ്ശൂരും എറണാകുളത്തും മാത്രമുള്ള ഷോപ്പുകളോടെ 150 മുതൽ 200 കിലോ വരെ ഒരു ദിവസം ഗോൾഡിൻ്റെ കച്ചവടം നടക്കുന്നത്. അധികമുള്ള ഗോൾഡ് എവിടെ നിന്ന് വരണം? അവിടെയാണ് ജോണി അടക്കമുള്ളവരോട് റോൾ. അടാട്ടിനു വേണ്ടി ക്യാരിയറായിരുന്ന ജോണി വേറെ ആർക്കോ വേണ്ടി ആ പണി ചെയ്തു. അവനെ തീർത്ത് ഗോൾഡ് അവരെടുത്തു. ഇത് ഒരുപാട് പേർക്കുള്ള പണി കൂടിയാണ്. അടാട്ട് ജോർജ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് കൂട്ടിയ കൂടത്തില്ല സാർ. കൂട്ടി നോക്കാം, കൂടോ. വണ്ടി മാറ്റിട്ടോ? പിള്ളേർക്ക് ആ വണ്ടിയുടെ വിലയൊന്നും അറിയില്ല, പൊളിച്ചു തരും. എന്നാ എന്റെ വില എന്താന്ന് അവന്മാരറിയും. എന്റെ വണ്ടിക്കിട്ട് അടിക്കാൻ പറ്റിയ കളിക്കാരനാരാന്ന് എനിക്കൊന്ന് കാണണമല്ലോടാ. വണ്ടി ഒന്ന് മാറ്റിയിട്ടേക്ക്. കുരുത്തം കെട്ട പിള്ളേരാ. അടിക്കൂന്ന് പറഞ്ഞ അവന്മാരടിക്കും. അവിടെ വിളിക്കാൻ പറയണ. കളിക്കുമ്പോൾ നോക്കി കളിക്കണ്ടേ? അല്ലെങ്കിൽ പെനാൽറ്റി അടിക്കാൻ ഞങ്ങൾ വരേണ്ടി വരും. പുതിയ ആളല്ലേ? ഓഫീസിലേക്ക് വന്നാൽ മതി. ഓഫീസിലേക്ക് വന്ന് നിന്റെ പുട്ടും പഴമും കഴിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് കൂട്ടേണ്ട. വണ്ടിയിലേറ്. വണ്ടി എടുത്ത് മാറ്റി സാറേ, കളിക്കട്ടെ. അപ്പനപ്പൂപ്പന്മാരായിട്ട് തുടങ്ങിയ കച്ചവടം അതിനിപ്പോ സാറല്ല, സാറിന്റെ അപ്പം വന്ന് പറഞ്ഞാലും ഉളക്കാക്കിയിട്ട കാവൽനായെന്ന് പറഞ്ഞ ആട്ടും ഞാൻ. എന്താടാ നിനക്ക് ഇത്ര ചൊറി? തീറ്റത്തിന്റെ കളറുള്ള ലോഹം വിട്ട് ആടതി എന്നോട് കാണിക്കല്ല. വണ്ടിക്കേരടാ. സാർ പോ സാറേ. ഓ ഹേയ്,
ശ്രീനിവാസ, പിടിച്ച എൻകൗണ്ടർ തീർക്കാൻ തമിഴ്നാടൊന്നും വലുത്. ജോർജിന്റെ കൗണ്ടറൊന്നും നീ താങ്ങില്ല. സർ, മൊഴിയുണ്ട്. ഞാൻ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിക്കൊള്ളാം. ശ്രീനിവാസൻ തമിഴ്നാട്ടിൽ നിന്നാ. ഇവിടുത്തെ പതിവുകളൊന്നും അറിയില്ല. കണ്ടറിഞ്ഞ് ചെയ്യണമായി. ഇനിയിപ്പൊ കൊണ്ടറിയാനാ വിധി. അവനെന്തെങ്കിലും അറിവില്ലായ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ആ മഴ പെയ്തിട്ട് നനഞ്ഞിട്ടില്ല, പിന്നെയാണ് മരം പെയ്യും.